കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേച്ചി പറഞ്ഞ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. അയാൾക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണമല്ലോ. എന്നാ മോൻ പോയി സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു തീരുമാനത്തിലെത്താം. അവര് തമ്മിൽ എന്നും സംസാരിച്ചോട്ടെ, അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവാം. അത് തന്നെയാ വേണ്ടത്. ഇനി ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല. അവിടെ സംസാരിച്ചൊന്നും പ്രിയ കണക്ക് കൂട്ടണ്ട. ടീക്ക് പറഞ്ഞതും കാര്യാക്കണ്ട. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കാകെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇനി ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമില്ല. ആ പാവത്തിന് ആകെയുള്ളൊരാഗ്രഹം എൻ്റെ കല്യാണം ഉടനെ ഒന്ന് നടന്നു കാണണമെന്ന് മാത്രം. അതിങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിൽ ചേച്ചിക്ക് വലിയ വിഷമമുണ്ട്. പ്രിയേ, വിവാഹം ഇപ്പൊ ഉടനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു നിശ്ചയം, ഒരു മോതിരമാറ്റം, അത് നടത്തുന്നതിൽ എന്താ തെറ്റ്? കല്യാണം താൻ പറഞ്ഞതുപോലെ അവിനാശിനെ ജയിലിൽ അടച്ചിട്ട് മതി. എന്താ പോരെ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തനിക്ക് ഞാൻ പറയുന്നത് സമ്മതിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ആലോചന ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തു പറയുന്നു? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ്. എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരു നല്ല കുടുംബജീവിതം ഉണ്ടായി കാണാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഇതുവരെയുള്ള എൻ്റെ എല്ലാ ജീവിത കഥകൾ അറിഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായല്ലോ. അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ പേടിയാ ജയപ്രകാശ്. അവിനാശിനെ ജയപ്രകാശിനെ അറിഞ്ഞൂടാത്തതുകൊണ്ടാ. എന്ത് ക്രൂരത ചെയ്യാനും മടിക്കാത്ത ഒരാളാ. ഇപ്പൊ തന്നെ ജയപ്രകാശിന്റെ ഓഫീസിലൊന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? ഇവിടെ വന്ന് ബഹളം വെച്ചില്ലേ? അയാൾക്ക് ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. എന്ത് ചെയ്യും അയാള്? അങ്ങനെയുള്ള ഒരാള് പുറത്തു നിൽക്കുമ്പോ നമ്മുടെ കല്യാണം നടത്തിയ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ജയപ്രകാശിന് തോന്നുന്നുണ്ടോ? തൻ്റെ ഉള്ളിലെ പേടി എനിക്ക് മനസ്സിലായടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നിശ്ചയം നടത്തി വെച്ച കല്യാണം പിന്നീട് മതിയെന്ന്. അവിനാശിനെ ജയിലിലടച്ചതിന് ശേഷം മാത്രം താൻ സമ്മതിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുവരെ ഞാൻ കാത്തിരിക്കാടോ. അവിനാശിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഒരു ജീവപര്യന്തം, അതിൽ കുറഞ്ഞ ഒന്നും അയാൾക്ക് കോടതി വിധിക്കില്ല. ജയപ്രകാശിന്റെ ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുവോ? നിശ്ചയത്തിന് തീയതി കുറിക്കാൻ ചേച്ചിയോട് പറഞ്ഞോളൂ. കല്യാണം പക്ഷേ ജയപ്രകാശ് പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് മതി. അതും ജയപ്രകാശിനെ എല്ലാരും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. അപ്പോ നിശ്ചയത്തിന് സമ്മതിച്ചല്ലോ, അത് മതി. ഇനി ഒന്ന് ചിരിച്ചാ സന്തോഷം.
എന്റെ ഒരു വരിപ്പ. തിരുവാതിര ദിവസം എല്ലാരും നോമ്പെടുക്കണം. അപ്പൊ തിരുവാതിര കളി ഉണ്ടാവോ അമ്മേ? പിന്നല്ലാതെ തിരുവാതിര കളിയില്ലാതെ തിരുവാതിര നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ മോളെ. തിരുവാതിര നോമ്പ് നോറ്റ് ഭഗവാന് പൂജ ഒരുക്കി തിരുവാതിരക്കളി കളിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. നാളെ പുലർച്ചെ 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കണം. 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കാനോ? എന്നുവെച്ചാ 7:30 വെളുപ്പിനെന്ന് പറഞ്ഞാലേ ഏകദേശം ഒരു 3-4 മണിക്ക് ഇടയ്ക്ക്. ആ സമയത്തെ ഞാൻ നിങ്ങളെ വിളിച്ചെഴുതിപ്പിച്ചോളാം. നേരം വെളുത്തിട്ട് കുളിച്ചാ പോരെ അമ്മേ? അത് പറ്റില്ല. അമ്മ പറയുന്ന സമയത്ത് തന്നെ കുളിക്കണം. നിനക്ക് കുളിക്കാൻ വയ്യെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. എന്നാ പിന്നെ ഞാൻ വ്രതം എടുക്കുന്നില്ല. എനിക്ക് വെളുപ്പിന് കുളിക്കാൻ വയ്യ. അയ്യടാ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എല്ലാരും വെളുപ്പിന് എഴുന്നേറ്റേ പറ്റൂ. അമ്മേ, ദേ താരേച്ചി അങ്ങനെ വെറുതെ വിടരുത്. എല്ലാവരും മടിച്ചുകളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ തിരുവാതിര ദിവസം എല്ലാവരും വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഈ ഭഗവാന്റെ മുന്നേ വന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചേ പറ്റൂ. അതെനിക്ക് നിർബന്ധമാ. അപ്പൊ നമ്മൾ എന്താ കഴിക്കുന്നത്? തിരുവാതിര ദിവസം കഴിക്കേണ്ടതിനൊക്കെ ഒരു ചിട്ടയുണ്ട്, അല്ലേ അമ്മേ? യെസ്. തിരുവാതിര ദിവസം എട്ടങ്ങാടി വെച്ച് കഴിക്കണം. എന്താ എട്ടങ്ങാടിയോ? അതെന്ത് സാധന? അതൊക്കെ വഴിയെ പറഞ്ഞു തരാം. എട്ടങ്ങാടി വെച്ച് കഴിക്കുന്നത് മാത്രമല്ല, ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ബാക്കി 2 നേരവും തിരുവാതിര പുഴുക്കുണ്ടാക്കി കഴിക്കണം. തിരുവാതിര പുഴുക്കോ? അതെന്ത് സാധന? താരേ, തിരുവാതിര ദിവസം കിഴങ്ങുവർഗ്ഗങ്ങൾ പുഴുങ്ങി അത് ആഹാരമായിട്ട് കഴിക്കണമെന്നാണ് ശാസ്ത്രം. അങ്ങനെ പല ആചാരങ്ങളും ഉണ്ട്. അതൊക്കെ ഓരോന്നായി വഴിയെ പറഞ്ഞുതരാം. ഇത് ശിവന്റെ കഴുത്തിലിരിക്കുന്ന കാളകൂട വിഷത്തേക്കാൾ വലുതാണല്ലോ അമ്മ. ഇനി ആവശ്യമില്ലാത്ത സംശയം ചോദിച്ചാൽ തിരുവാതിര പുഴുക്കുണ്ടാക്കി ചൂടോടെ നിന്റെ വായിൽ വെച്ച് തരിഞ്ഞാൽ. എന്തിനാ താരേച്ചി എല്ലാത്തിനും സംശയം ചോദിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു നല്ല ചടങ്ങ് വരുമ്പോ എല്ലാരും കൂടി ഭക്തിപൂർവ്വം അതങ്ങ് ആഘോഷിച്ച പോരെ. എത്ര ഭക്തിപൂർവ്വം ആഘോഷിച്ചാലും എനിക്ക് ഇത്തിരി മീനില്ലാതെ ചോറ് ഇറങ്ങില്ലെന്ന് അറിഞ്ഞൂടെ ചിത്രേ? അതെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ആദ്യം നിങ്ങളിൽ ആരാണോ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് തരുന്നവർക്ക് അവർക്ക് ഞാനൊരു ബമ്പർ സമ്മാനം നൽകും. അത് മറക്കണ്ട. എന്ത് സമ്മാനാണെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. സമ്മാനം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയത്തില്ല. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമ്മാനത്തെക്കാളൊക്കെ വളരെ വലുതായിരിക്കും. മൈ ലിറ്റിൽ കണ്ണ, എത്രയും പെട്ടെന്ന് ഇവരാരെങ്കിലും എനിക്ക് ഒരു ബേബിയെ ഡെലിവറി ചെയ്ത് തരാൻ നീ ഒന്ന് അനുഗ്രഹിക്കണേ. അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? എപ്പോ നോക്കിയാലും ഈ ബേബി ഡെലിവറി ചെയ്യുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ബേട്ടി, ഓരോ കാലത്തും സ്ത്രീകൾ ഓരോരോ ചിന്തകളിലാ. കൗമാരകാലത്ത് പെൺകുട്ടികൾ വിവാഹ സ്വപ്നം കാണും. വിവാഹം കഴിഞ്ഞാൽ പിന്നെയുള്ള ആഗ്രഹം ഭർത്താവിനോടും മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനാ. പക്ഷെ ജീവിതത്തിൽ എന്നെ പോലെ വയസ്സായി കഴിഞ്ഞാൽ പിന്നീടുള്ള ആഗ്രഹം മക്കളുടെ കൊച്ചുങ്ങളെ താലോലിച്ചും കളിപ്പിച്ചും ജീവിതം ആഘോഷിച്ച് തീർക്കാനാ. അതൊരു മുത്തശ്ശിയുടെ അവകാശമാ. നിങ്ങൾ എല്ലാരും കൂടി ഭഗവാനോടെ പ്രാർത്ഥിച്ചാ മതി. മൈ ലിറ്റിൽ കണ്ണൻ എല്ലാം നേരെയാക്കി തരും. ഭഗവാനെ, ഗുരുവായൂരപ്പ, നീ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്റെ കൃഷ്ണ. എന്നാലും ഈ തിരുവാതിരയുടെ രൂപത്തിൽ ഇങ്ങനൊരു പാര കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
മായച്ചി, അമ്മ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഏതോ ഒരു അങ്ങാടിയെ കുറിച്ച്? 7 അങ്ങാടിയോ 8 അങ്ങാടിയോ എന്തോ അത്? ഞങ്ങളുടെ നാട്ടിലെ അങ്ങാടി എന്ന് പറഞ്ഞ മാർക്കറ്റിൽ പോകുന്നതിനെ പറയുന്നത്. ഈ ചന്തക്ക് ചന്തക്കാര് മാത്രമേ ഓർമ്മ വരൂ. അതെ, ഞാൻ കേട്ടിട്ടുള്ളത് ഈ എട്ടങ്ങാടി എന്ന് പറഞ്ഞ 8 തരം പയർവർഗ്ഗങ്ങളാണെന്നാ. ഇതെന്താ പായസം വെച്ച് കുടിക്കാനാണോ? പായസമൊന്നുമല്ല, അത് വെച്ച് കറി ഉണ്ടാക്കണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനകത്ത് കടലയുണ്ട്, ചെറുപയറ്, തുവരപ്പരിപ്പ്, മുതിര, ചോളം, ഉഴുന്ന്, വൻപയറ്, പിന്നെ എന്തൊക്കെയുണ്ട്. അയ്യേ, ഇതൊന്നും ഞാൻ കഴിക്കില്ല. ആ, അയ്യടാ, അങ്ങനെ കഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിരുവാതിര ദിവസം ഇത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓ, എന്തൊരു കഷ്ടം ഇത്. ദിവസവും ഉച്ചയ്ക്ക് ഇത്തിരി ചോറും കുറച്ച് മീൻകറിയും ഒരു കഷ്ണം ഫിഷ് ഫ്രൈയും എല്ലാം കൂടി ചേർത്ത് കുറച്ച് മോരും പുളിശ്ശേരി ഒഴിച്ച് കുഴച്ച് കഴിക്കുന്നതിന്റെ സുഖമെല്ലാം ഇതിന് കിട്ടുമോ? പിന്നെ വെളുപ്പിന് കുളിക്കാൻ എനിക്ക് തീരെ പറ്റില്ല. അതെ, ഇതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നാളെ വ്രതം എടുത്തേ പറ്റൂ. അപ്പൊ നിങ്ങളൊക്കെ വ്രതം എടുക്കാൻ തീരുമാനിച്ചോ? ആ, തീരുമാനിച്ചു. നെടുമംഗലത്തിന് വേണ്ടിയാ നമ്മൾ വ്രതം എടുക്കുന്നത്. നെടുമംഗല്യം എന്ന് പറഞ്ഞ? എടീ, ഭർത്താവ് ഒത്ത് സന്തോഷമായിട്ട് ദീർഘകാലം സുമംഗലിയായി ജീവിക്കാനുള്ള ഭാഗ്യത്തിനെയാ നെടുമംഗല്യം എന്ന് പറയുന്നത്. ഓ, അതാണോ കാര്യം? പിന്നെ താരേച്ചി എന്താ വിചാരിച്ചേ? ഓ, ഞാനൊന്നും വിചാരിച്ചില്ലേ. അമ്മ പറയുന്ന കേട്ടപ്പോ വിചാരിച്ചു വേറെന്തോ വലിയ കാര്യമൊന്ന്. അപ്പൊ വ്രതം എടുത്തേ പറ്റുമല്ലേ? എടുത്തേ പറ്റൂ. അല്ല, നിങ്ങള് വ്രതം എടുത്താ അതിന്റെ ഒരു പങ്ക് എനിക്ക് കിട്ടില്ലേ? എനിക്ക് അത് മതി. ആ, ഒരു രക്ഷയില്ല മോളെ, നീയും വ്രതം എടുത്തേ പറ്റൂ. ശ്ശോ. ഇത് കഴിഞ്ഞ മാസം കൊടുത്തല്ലേ, ഇതെടുക്കാം. ആ, ഇത് തന്നെ മതി. ബ്ലൗസ് ഉണ്ട്, കുഴപ്പമില്ല. ഇതെന്താടോ താൻ ഡ്രസ്സൊക്കെ അടുക്കി പറക്കി വെക്കുന്നേ? പുലർച്ചെ ഉടുക്കാനാ. അതിന് പുലർച്ചെ താൻ എവിടെ പോന്നു? ഞാൻ എങ്ങും പോകുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ തിരുവാതിര നോമ്പ് നോക്കാൻ തീരുമാനിച്ചു. വെളുപ്പിനെ കുളിക്കണം. കുളിച്ചിട്ട് മാറി ഉടുക്കാനാ ഈ ഡ്രസ്സ്. അമ്മയുടെ ഐഡിയ ആയിരിക്കും അല്ലേ? ആരുടെ ഐഡിയ ആയാലെന്താ? നെടുമംഗലത്തിന് വേണ്ടിയാ സ്ത്രീകള് തിരുവാതിര നോമ്പ് നോക്കുന്നത്. എന്തിനു വേണ്ടിയാണെങ്കിലും എന്റെ മായ വെളുപ്പിനെ കുളിച്ചിട്ട് തണുത്ത് വിറച്ച് വരുന്നത് കാണാൻ ഒരു രസമുണ്ട്. വഷളത്തരം പറയാതെ ശ്രീയേട്ട. അല്ലെങ്കിലും ഈയിടെയായിട്ട് ശ്രീയേട്ടൻ നാവെടുത്ത വഷളത്തരമേ പറയൂ. പറയുന്നത് മാത്രമേ ഉള്ളൂ വഷളത്തരം. വിട് വിട് ശ്രീയേട്ടാ. നിക്ക്. അതെ, എന്നും ഇങ്ങനെ നോമ്പും പ്രാർത്ഥനയായിട്ട് മാത്രം നടന്നാ പോരാ. ദേഹത്ത് തൊടാതെ അങ്ങോട്ട് മാറി നിന്നേ. എനിക്ക് നാളെ വ്രതം ഉള്ളതാ. വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. നിന്റെ വ്രതം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടി. ഓ ശ്രീയേട്ടാ അവിടുന്ന്. മായ, അങ്ങനെ അങ്ങ് പോയാലോ? ഓ ശ്രീയേട്ടാ, എന്നെ വിട്. എനിക്ക് നോമ്പാ. ദേ, രാവിലെ തിരുവാതിര വ്രതം നോക്കാനുള്ളത് വിട്. കളിയല്ല കേട്ടോ. തിരുവാതിര വ്രതമൊക്കെ രാവിലെ അല്ലേ? വിട്. ഇപ്പൊ വ്രതമൊന്നുമില്ലല്ലോ. ഒന്ന് പോയേ. ശ്രീയേട്ടാ, വിട്, എന്നെ വിട്. ശ്രീയേട്ടാ, വിടാനല്ലേ പറഞ്ഞ. അയ്യോ, താരേ, ഞാൻ ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അല്ല, നീ എന്തിനാ വന്നത്? അത് ഞാൻ വന്നത് ഒരു നെയിൽ പോളിഷ് ചോദിക്കാനാ. ഇനിയിപ്പോ വേണ്ട, ഞാൻ പോവാ. അത് അയ്യോ താരേ. ആ പെണ്ണ് കണ്ടു. എന്തൊരു നാണക്കേടായി പോയി. പിന്നെ നാണക്കേട്. ചെറിയ കുട്ടിയല്ലേ അവള്. നീ ഇങ്ങോട്ട് വന്നേ. ഹേയ്, ശ്രീയേട്ടാ, വിട്.
ശ്രീയേട്ടാ, ഇന്നൊന്നും നടക്കില്ല. എന്തായാലും നീ കുറച്ചു കഴിഞ്ഞ് കിടക്കാനെങ്കി വരുമല്ലോ. ഏ അത് ശരി. ആ. അപ്പൊ അതാണ് ശ്രീയേട്ടന്റെ മനസ്സിലിരിപ്പ് അല്ലേ? കാണിച്ചു തരാം ഞാൻ. ഇന്നേ ഞാൻ ശ്രീയേട്ടന്റെ കൂടെ കിടക്കുന്നില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു കാണിച്ചു തരാം, നോക്കിക്കോ. മായ, നശിച്ചു, എല്ലാം നശിച്ചു. എന്താടി എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ? എന്ത്? ശ്രീയേട്ടൻ മായച്ചിയുടെ എല്ലാ വ്രതം തെറ്റിച്ചു. വ്രതം തെറ്റിയെന്നോ? അതിന് വ്രതം തുടങ്ങിയില്ലല്ലോ. അയ്യടാ, വ്രതം തുടങ്ങിയില്ല പോലും. മോന്റെ മനസ്സിൽ വല്ല കള്ളത്തരുണ്ടെങ്കിലേ അത് ഇപ്പൊ തന്നെ അങ്ങ് മാറ്റിയേക്കണം. അതിനൊന്നും എന്നെ കിട്ടില്ല. ഇവളുടെ ഒരു കാര്യം. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ അല്ല ഇന്ന് കിടക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാനും മായച്ചിയും ചിത്രയും കൂടെ ഇന്ന് ഉറങ്ങുന്നത്. നിങ്ങൾ ആണുങ്ങളും മൂന്നുപേരും കൂടി അപ്പുറത്തെ മുറിയിൽ ഒരുമിച്ച് കിടന്നോ. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഇവിടെ. എന്തിന്? ഞാനിവിടെ അങ്ങോട്ടില്ല, മാറി കിടക്കണം പോലും. ദേ, അപ്പുറത്തെ മുറിയിൽ ശ്രീയേട്ടന്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോണം. വേണമെങ്കിൽ ആ ബാലുവിനെ വിളിച്ചോ. ചിത്രം ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കോളാം. എന്റെ പൊന്ന് താരെ, നീ വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കല്ലേ. വ്രതം മുടങ്ങൂന്ന് പറഞ്ഞ് ഈ പ്ലാൻ നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നിന്നെ എന്നെയും കളിയാക്കി കൊല്ലും അവര്. അത് സാരമില്ല, എന്തായാലും ഞാൻ തീരുമാനിച്ചതേ നടക്കുള്ളൂ. താരേ, പിന്നെ താരേ, ദേ മായച്ചി, ഞാൻ ചെന്ന് കാര്യം പറയട്ടെ. താരേ. മായച്ചി, താരേ, നമുക്ക് പെണ്ണുങ്ങൾക്കേ ഇന്ന് ഈ റൂമിൽ കിടക്കാം. ഗോകുല് ശ്രീയേട്ടന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. നാളെ തിരുവാതിര വ്രതം എടുക്കാനുള്ളതല്ലേ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് ചേച്ചിയുടെ ഐഡിയ ആണോ? ആ ശരിയല്ലേ, അതല്ലേ നല്ലത്. എന്റെ മായച്ചി, വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കില്ലേ. വ്രതം മുടങ്ങുന്ന് പറഞ്ഞ് ചേച്ചി ഈ പ്ലാൻ ആരോടെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ചേച്ചി ശ്രീയേട്ടനെ കളിയാക്കി കൊല്ലും എല്ലാരും. താരേ, അയ്യേ, ഇത്രയ്ക്കൊക്കെ മനസാന്നിധ്യം ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഭൂമിയില്? എനിക്കറിയില്ല. ശരി മായച്ചി, ഗുഡ് നൈറ്റ്. ആ എന്താ ചിത്ര ഇത്? ഇതുവരെ എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറിയിട്ട് ഇപ്പൊ എന്തിനാ താൻ മൂഡ് ഓഫ് ആവുന്നത്? എനിക്കറിയില്ല ബാലു, ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. നെടുമാങ്കല്യത്തിന് വേണ്ടിയാ എല്ലാ സ്ത്രീകളും തിരുവാതിര നോമ്പ് നോക്കുന്നത്. പക്ഷെ എന്റെ കൂടെ പിറപ്പിന്റെ പ്രവൃത്തികളും കൊണ്ട് എന്റെ വിവാഹ ജീവിതം ഇത്ര കാലം നിലനിൽക്കുമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. നീ എന്തൊക്കെയാ ചിത്ര ഈ പറയുന്നത്? നിന്റെ ജീവിതത്തിന് എന്ത് പറ്റുമെന്നാ? ഇല്ല ബാലു, എന്റെ ഏട്ടന്റെ കുഴപ്പം കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് സമാധാനത്തോടെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. നീ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഇവിടെ സംഭവിക്കുന്നതൊന്നും നിന്റെ കുറ്റം കൊണ്ടല്ല. നിന്റെ ആങ്ങളാന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ എന്ത് ചെയ്യുമെന്ന് എങ്ങനെ പെരുമാറുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന് നിന്നെ ഇവിടെ ഒരാളും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. എന്നെ ആരും കുറ്റപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു മനസാക്ഷിയില്ലേ ബാലു? ഇത്രയും നേരം ഞാൻ അവരോട് കളിച്ചു ചിരിച്ചൊക്കെ നിന്നു. പക്ഷെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. നീ വിഷമിക്കല്ലേ. ദേ കിടന്നുറങ്ങാൻ നോക്കിയേ.
വാ ഒന്ന് കിടക്ക. ആ ചേച്ചി, ഹലോ. ഞാൻ ചേച്ചിയെ വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെ. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. പേടി നിനക്ക് മാത്രമല്ല, എനിക്കുണ്ട്. പക്ഷേ എന്ന് കരുതി ജീവിതകാലം മുഴുവൻ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുമോ? ഒരു കുടുംബവും ജീവിതമൊക്കെ നിനക്കും വേണ്ടേ? അതിന് ഇപ്പൊ എടുത്ത ഈ തീരുമാനം തന്നെയാ നല്ലത്. ഇതിൽ ഉറച്ചു നിൽക്കണം, ഇനി പിന്മാറരുത്. ചേച്ചി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അവിനാഷ് ജയിലിലായിരിക്കണം. അത് രാജീവിനെ പോലെ അല്ല ജയപ്രകാശ്. കുറച്ചുകൂടെ ധൈര്യവും പക്വതയും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, അവൻ വക്കീലല്ലേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ പഴയതുപോലെ അവിനാഷ് നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയാം. എന്തായാലും ഞാനിപ്പോ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക ചേച്ചി. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും, നീ വിഷമിക്കേണ്ടെന്നേ. സമാധാനായിട്ട് കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ആ ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ജ്യോതി, എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? പ്രിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, ചുമ്മാതല്ല മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്. എടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇത്തവണ പഴയതുപോലെയല്ല, ഒരു കുഴപ്പവും കൂടാതെ കല്യാണം നടക്കും. ദൈവം എന്തിനാട്ടാ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത്? നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നതല്ലേ ഈശ്വരനോട്. ആർക്കും ഒരു ദ്രോഹവും നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുമില്ല. എടോ, വെറുതെ ഈശ്വരനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മാത്രം കുറ്റം കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ജനനം മുതൽ മരണം വരെയുള്ളൊരു യാത്ര.